കൺവീനർ ഇ.പി. ജയരാജൻ ബി.ജെ.പിയുടെ റിക്രൂട്ടിംഗ് ഏജന്റായി പ്രവർത്തിക്കുകയാണെന്നും ജയരാജന്റെ ഇടപെടലുകൾ സംശയാസ്പദവും ദുരൂഹവുമാണെന്നും കെ.പി.സി.സി ആക്ടിംഗ് പ്രസിഡന്റും യു.ഡി.എഫ് കൺവീനറുമായ എം ഹസൻ കായംകുളത്ത് പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് പോകുമെന്നുള്ള പ്രചരണത്തിന് പിന്നിൽ CPM ആണ്. യഥാർത്ഥ പാർട്ടിക്കാർ ആരും തന്നെ മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ലെന്നും ഹസൻ പറഞ്ഞു. കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കൾ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന ഒരു ദുഷ്പ്രചരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നു. ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ബി.ജെ.പിക്കാരാണ് പ്ലാൻ ചെയ്തത്. ഒരു മുൻ മന്ത്രി ഒരു മുൻ മന്ത്രി, ഒരു മുൻ MP, ഒരു മുൻ MLA, അവരുടെയൊക്കെ പേരിട്ടിരിക്കുക. അവരെല്ലാം ബി.ജെ.പിയിലേക്ക് പോകുന്നു. വളരെ നേരത്തെ തന്നെ ഭാഗ്യാന്വേഷികളായ ചില ആളുകൾ പോയി. അവർ എവിടെ അധികാരം കിട്ടും അങ്ങോട്ട് പോകും. അങ്ങനെ ചില ആളുകൾ പോയത് അവരുടെ പേരിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്നത് മുൻ മന്ത്രി പോകുന്നു. ഇവർ പറഞ്ഞ പേരുകാരെല്ലാം ഇന്ന് രാവിലെ ഞാനും ശ്രീ KC വേണുഗോപാലും ഈ വാർത്ത വായിച്ച ഉടനെ ശ്രീ രമേശ് ചെന്നിത്തലയെ ഫോണിൽ വിളിച്ചു. അവർ പറഞ്ഞ ഒരു പേര് ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. ശ്രീ പീതാംബരക്കുറുപ്പ്. അദ്ദേഹം പറഞ്ഞ മറുപടി, പറഞ്ഞവൻ്റെ അച്ഛനല്ല എൻ്റെ അച്ഛൻ എന്നാണ് പറഞ്ഞത്. എന്താന്നുള്ള വാക്ക് ഇതാണ്. ഇത് പീതാംബരക്കുറുപ്പാണ്. പീതാംബരക്കുറുപ്പിനെ പോലുള്ള ഒരാളുടെ പേര്. അതുപോലെ രഘുചന്ദ്രമാൻ എന്നോട് പറയാ, എൻ്റെ മനസ്സിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. മുൻ MLA സെൽവരാജ്, ഇവരെല്ലാം വിളിച്ചപ്പോൾ അവർ ഞെട്ടുക. അയ്യോ, ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്, അത് പ്രസിഡന്റ് ഉടനെ നിഷേധിക്കണം, ഞങ്ങൾ പ്രസ്താവന കൊടുക്കാൻ നമ്മൾ നിങ്ങൾ കൊടുക്കണ്ട. എന്തിനാ ഇതിങ്ങനെ പേരുകൾ എഴുതി ഈ കോൺഗ്രസിൽ അടിയുറച്ച് പീതാംബരക്കുറുപ്പിനൊക്കെ എത്ര കാലത്തെ പാരമ്പര്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട് അദ്ദേഹം ഒരു വാക്കൊരിക്കൽ ചിന്തിച്ചിട്ടുള്ളൂ. ശ്രീ K. കരുണാകരൻ്റെ വലം കൈയായി പ്രവർത്തിച്ച പാരമ്പര്യമുള്ള പീതാംബരക്കുറുപ്പ്, കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമായിരുന്ന രഘുചന്ദ്രപാൽ, മാർക്സിസ്റ്റ് പാർട്ടി വിട്ട് ഞങ്ങളോടൊപ്പം വന്ന സെൽവരാജ്, ഇവർ 3 പേരെയും ഞങ്ങൾ വിളിച്ചപ്പോൾ അവർ ഞെട്ടുകയാണ്. ഈ സാമൂഹ്യ മാധ്യമത്തിൽ കുറേ സാമൂഹ്യ വിരുദ്ധന്മാരെ ഇറക്കിവിട്ട് BJP നടത്തുന്ന ദുഷ്പ്രചരണമാണ്. അവരൊന്നും കോൺഗ്രസ് നേതാക്കളൊന്നുമല്ല, അവരൊക്കെ ഭാഗ്യാന്വേഷികളാണ്. അതെ, അതൊക്കെ നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ പോകുന്നത് PCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. ഇത് വെറും DCC സെക്രട്ടറി അല്ലേ, BCC പ്രസിഡന്റ്, ഇതൊക്കെ BJPയിലേക്ക് പോകുന്ന കുറേ അവസരവാദികളുണ്ട്. കോൺഗ്രസിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒരു വിശ്വാസവുമില്ലാത്ത അധികാരമോഹികൾ. അവരാര് പോയാലും കോൺഗ്രസിന് ഒന്നും സംഭവിക്കാനില്ല. K. കരുണാകരൻ്റെ മകൾ പത്മജ പോയിട്ട് ഒരാൾ കൂടെ പോയോ? പിന്നെ അല്ലേ എന്താണ് വലിയ വലിയ പേരുകൾ. ഈ പേരുകളൊക്കെ എനിക്ക് തന്നെ പറയാൻ മടിയാണ്. E.P. ജയരാജൻ BJPക്ക് റിക്രൂട്ടിംഗ് ഏജന്റാ. പുള്ളി പറയുന്നത് ഇവിടെ നടക്കുന്ന മത്സരം UDFും LDFും അല്ല, BJP തമ്മിലാണ്. ഈ EP LDF കൺവീനർക്ക് ഈ BJP റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ പൊതുവായിട്ടുണ്ട്. വകുപ്പ് കൊടുത്തിട്ടുണ്ട്.